ആദ്യമായിട്ട് ഒരു പെൺകുഞ്ഞിന് ഒരു പീരീഡ് ആവുന്നതിനെയാണ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രുവേഷൻ. അതിനെയാണ് മെനാർക്കി എന്ന് പറയുന്നത്. ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് ഒരു അഡൽട്ട്ഹുഡിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. സോ ദ ഏജ് അറ്റ് വിച്ച് ഫസ്റ്റ് പീരീഡ് വരുന്നതിനെയാണ് മെനാർക്കി എന്ന് പറയുന്നത്. മെനാർക്കി ക്യാൻ നോർമലി ഒരു 11 to 15 ഇയേഴ്സിന്റെ ഉള്ളിലാണ് വരുന്നത്. ഒരു ഇന്ത്യൻ ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു 12.4 ഇയേഴ്സിലാണ് സാധാരണ മെനാർക്കി അല്ലെങ്കിൽ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ വരുന്നത്. ഇറ്റ് ക്യാൻ ചേഞ്ച് വിത്ത് ജനറ്റിക്സ് അല്ലെങ്കിൽ എൻവയൺമെന്റ് ചേഞ്ചസ്, അങ്ങനെയുള്ള ഹോർമോണൽ ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ ചേഞ്ചസ് വരാം. പക്ഷെ ഏകദേശം ഒരു 11 to 15 ഇയേഴ്സിനുള്ളിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു 11 to 15 ഇയേഴ്സിന് എന്നുള്ളൊരു റേഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ഇതിന് മുമ്പ് ഏർലി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഇയേഴ്സും അതിന് താഴെയും ഏർലി ആയിട്ട് വരുന്നതിനെയാണ് ഏർലി മെനാർക്കി എന്നും, ലേറ്റ് എന്ന് പറയുന്ന ഒരു 16, 18 ഒക്കെ ആയിട്ടും പീരീഡ് ആയിട്ടില്ലെങ്കിലാണ് നമ്മൾ ലേറ്റ് ആയിട്ട് വരുന്നതിനാണ് ലേറ്റ് മെനാർക്കി എന്ന് പറയുന്നത്. അത് ഹോർമോണിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം അത് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഏർലി ആണെങ്കിലും ലേറ്റ് ആണെങ്കിലും നമ്മൾ ഡോക്ടറെ വന്ന് കണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ക്ലിയർ ആക്കണം. മെനാർക്കിയുടെ കോസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാം ബോഡിയിൽ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഉണ്ട്. ആ ആക്സിസിൽ വരുന്ന ഡിലേ, ആ ആക്സിസിൽ വരുന്ന ചേഞ്ചസ് ആണ്. ബിക്കോസ് ഈ പീരീഡ് ആവുന്നതും കാര്യങ്ങളെല്ലാം ബേസിക്കലി ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഓവറി ആക്സിസ് എന്ന് പറഞ്ഞൊരു HPO ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് മെച്യൂർ ആയി കഴിയുമ്പോഴാണ് മോളിൽ നിന്ന് ഹൈപ്പോതലാമസിന്ന് GnRH ഹോർമോൺ വരും. അതിൽ നിന്ന് പിറ്റ്യൂട്ടറിയിലോട്ട് ആക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് FSH LH ഹോർമോൺസ് വരും. അത് വന്ന് ഓവറിയിൽ ആക്ട് ചെയ്തിട്ട് നമുക്ക് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് വരും. ഇതെല്ലാം കൂടെ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പീരീഡ് ആവുന്നത്. ഫിസിക്കലി അവർക്ക് നോർമലി നമുക്ക് വളർച്ചയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. ബ്രസ്റ്റ് ചേഞ്ചസ്, സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്, ഈസ്ട്രോജൻ ഒക്കെയാണ് നമുക്ക് കൂടുതലും സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്, ബ്രസ്റ്റ് ഡെവലപ്മെന്റും, ആക്സിലറി ഹെയർ, പ്യൂബിക് ഹെയർ, പിന്നെ അവരുടെ വോയിസിലൊക്കെ ഉള്ള ചേഞ്ചസ്, ഒരു ഉണ്ടല്ലോ ആ ഒരു കുട്ടിത്തം മാറിയിട്ടുള്ള ഒരു ബിഹേവിയറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ ചേഞ്ചസ് ആയിട്ട് കൂട്ടുന്നത്. സൈക്കോളജിക്കലായിട്ടും ചേഞ്ചസ് വരുന്നുണ്ട്. ബിക്കോസ് ഇതൊരു ഹോർമോൺ സർജ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, മൂഡ് സ്വിങ്സ് വരാം, എന്താ പറയുന്നത്, കുറച്ചും കൂടെ ഒരു ആഗ്രസീവ് ആവാം. നമ്മൾ വഴക്ക് പറയുമ്പോൾ ചിലപ്പോൾ ആഗ്രസീവ് ആവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാല് നേരത്തെ കൂട്ടി കൊച്ചിലെ ഒരു പ്രായം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു സമയത്തിനൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 8 to 9 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ചില ചേഞ്ചസ് മോക്ക് വരുന്നുണ്ട്, അപ്പൊ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവര് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പൊ അവർ മെന്റലി പ്രിപ്പയർഡ് ആവുമ്പോൾ തന്നെ അവർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അമ്മമാരോടോ അല്ലെങ്കിൽ ചേച്ചിമാരോടോ ഒക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ലി ചാനൽ ഉണ്ടെങ്കിൽ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെന്ന് പറയാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റും. ഒരു കുട്ടിക്ക് ഏകദേശം പീരീഡ് ആവാറാകുന്ന ഒരു സമയമാകുമ്പോൾ മുതൽ ഏകദേശം നമ്മളൊരു 8 to 9 ഇയേഴ്സ് ആ സമയം മുതലേ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ചില കുട്ടികൾക്ക് നേരത്തെ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയമാകുമ്പോഴേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പൊ അമ്മയ്ക്ക് ഇതുപോലെയുണ്ട്, മാസം ആകുമ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ആവും, മോള് പേടിക്കരുത്, അതെല്ലാവർക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് ഒരു അഡൽട്ട്ഹുഡിലോട്ട് പോവുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് മോള് വലുതായിട്ട് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇപ്പോഴേ ഇത് മെൻസ്ട്രുവേഷനും കാര്യങ്ങളും ഓവുലേഷൻ അങ്ങനെയൊക്കെ നടക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. മോക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അമ്മ ഉണ്ടാവും കൂടെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അവർക്ക് പാഡ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഹൈജീൻ അതും നമ്മൾ ആ സമയത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. മെനാർക്കി ആയി കഴിയുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങള്,
നമ്മൾ ആ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അതേ സമയത്ത് നമ്മൾ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് ചിലർക്ക് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉള്ള കുട്ടികൾക്ക് സെക്ഷൽ മാച്യൂരിറ്റി കൂടുതലായിരിക്കും, ബിക്കോസ് ബ്രസ്റ്റ് ഡെവലപ്മെന്റും വളർച്ചയും കൂടുതലായിരിക്കും, പക്ഷെ അവർക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സെക്ഷൽ അബ്യൂസ് അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് അവർക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് പറയുന്നത് എന്തുണ്ടെങ്കിലും അമ്മയോട് വന്ന് പറയണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ മെൻസ്ട്രൽ ഹൈജീൻ, എന്തൊക്കെ ചേഞ്ചസ് വരാം നിന്റെ ബോഡിയിൽ, ഇതൊക്കെ ചേഞ്ചസ് വരാം. ഇപ്പോ ബ്രസ്റ്റ് ചേഞ്ചസ് വരാം, അവിടെ ഹെയർ വരാം, ആക്സിലറിയിലും പ്യൂബിക് ഹെയർ വരാം. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, മോക്ക് മാത്രമല്ല. ദാറ്റ്സ് നാച്ചുറൽ ആണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവില്ല മനസ്സിലാവാൻ. പിന്നെ ഇതെല്ലാം അവരുടെ ടെക്സ്റ്റ് ബുക്കിലും അവർക്ക് പഠിക്കാനുണ്ട്, അവരുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ പഠിപ്പിക്കുന്ന കൂട്ടത്തിലും ഇത് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും.